ദൃശ്യം കണ്ടിട്ട് ഇതേപോലെ ലാലേട്ടൻ്റെയും മീന ചേച്ചീനെ എന്തിന് ചതിച്ചു, അവരത്രയും സ്നേഹത്തോടു കൂടിയിട്ട് കൊണ്ട് നടന്ന ആളല്ലേ, അവരെങ്ങാനും കോടതിയിൽ ശിക്ഷിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയല്ല അഞ്ജലിയോട് റിയാക്ട് ചെയ്യുക. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ലൈക്ക് വീരധീര സൂര്യന്റെ ടൈമിലായിരുന്നു എനിക്ക് റെട്രോയും കിട്ടിയത്. ഫ്യൂണറൽ സീൻ ഉണ്ടായിരുന്നു. അപ്പൊ അതില് ചിത കത്തിച്ചപ്പോ എന്റെ കൈമുട്ടം കാറ്റില് തീ ആളിക്കത്തിയിട്ട് എന്റെ കൈമുട്ടം പോയി. എനിക്ക് ശരിക്കും ആ ഫിനിക്സിൽ അഭിനയം എന്തായിരുന്നു കാണിച്ചു വെച്ചത്. കാരണം ഭയങ്കര, കാരണം എങ്ങനെ അഭിനയിക്കാൻ പോയി, കാരണം അതൊരു ഭയങ്കര സർപ്രൈസിങ് ഒരു ഇതായിരുന്നു. നോട്ടവും കാര്യങ്ങളും അതിനകത്തുള്ള ഭയങ്കര ഡീപ്പായിട്ട് ചെയ്തൊരു സാധനം. എനിക്ക് എല്ലാ സമയത്ത് ശരിക്കും പ്രേതം കയറി തോന്നുന്നുണ്ട്. അല്ലാതെ ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. കുഞ്ഞായിട്ട് തീരെ അടി ഉണ്ടാക്കാറില്ല അവള്. അടി എന്താന്നേ അറിഞ്ഞൂടാ അവൾക്ക്. ഇല്ല, അടി ഗംഭീര അഭിനയമാണ്. അതായത് ഇവളെ വെട്ടിക്കുന്ന അഭിനയമാണ് ഇവളെ ഈ പ്രായത്തിൽ ചെയ്യുന്നത്. ഭയങ്കര രസം, എക്സ്പ്രഷൻസും കാര്യങ്ങളും നല്ല രസമാണ്. ആരെങ്കിലും അടിക്കില്ലേ, അപ്പൊ അടിക്കുമ്പോ അടിക്കല്ല ചേച്ചുമ്പോ ഇങ്ങനെ അത്രേ ഉള്ളൂ, ഇങ്ങനെ തോണ്ടും. അത്രേ ഉള്ളൂ. അതെന്താ ചേച്ചി അങ്ങനെ വേദനിപ്പിച്ചടിക്കൊന്നുമില്ല. പക്ഷെ ഇവിടെ ഞാൻ ഇങ്ങനെ ചെയ്താൽ അമ്മന്റെ കൈ ഒടിഞ്ഞമ്മ. ആക്ച്വലി എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പൊ പെൺകുട്ടികളുള്ള അമ്മമാരത് കാണുമ്പം, അമ്മമാരെന്നല്ല കേട്ടോ, എനിക്ക് തോന്നുന്നു എൻ്റെ ആൺ സുഹൃത്തുക്കൾ വരെ പടം കംപ്ലീറ്റ് ചെയ്ത് കാണാത്തവരുണ്ട്. എടി എന്തിനാ പടം എൻ്റെ അടുത്ത് കാണാൻ പറഞ്ഞു, എനിക്കത് ഞാൻ മുഴുവൻ കണ്ടിട്ടില്ല പടം എന്ന് ലിറ്ററലി പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പം അത്രയും ഭയങ്കര ഒരു എന്താ പറയുക, ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് റിലേറ്റബിൾ ആയിട്ടുള്ള. വെൽക്കം ടു ഇൻഫൈൻ പ്ലസ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു അമ്മയും മോളുമാണ്, അഞ്ജലി നായർ ആൻഡ് ആവണി ചേച്ചി. 2 പേർക്കും താങ്ക് യു. അപ്പോൾ പുതിയ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് മോളോട് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അതുപോലെ ചേച്ചിയോടും കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പം എനിക്ക് ആദ്യം ചോദിക്കാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ആങ്കർ അല്ലെങ്കിൽ ഒരു മോഡലൊക്കെ ആയിട്ടാണ് വന്നത്, പിന്നെ ഒരു ആക്ടിങ്ങിലേക്ക് വന്നു. ശരിക്കും ഇപ്പോൾ വീണ്ടും തിരിച്ച് മോഡലിങ്ങിലേക്ക് പോകാൻ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും മറുപടി? ഞാൻ ദിവസങ്ങളിൽ എനിക്ക് പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ആഡ്സ് ചെയ്യാറുണ്ട്, ഷോർട്ട് ഫിലിംസ് ചെയ്യാറുണ്ട്. എന്നെ ഫ്രണ്ട്സ് ആങ്കർ ചെയ്യാൻ വിളിക്കാറുണ്ട്. ആങ്കർ ചെയ്യാൻ എനിക്ക് പലപ്പോഴും പോകാൻ പറ്റാറില്ല, കാരണം എൻ്റെ സ്ക്രിപ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കണമല്ലോ. പിന്നെ കുഞ്ഞുള്ളത് കൊണ്ട് എത്രത്തോളം സ്റ്റേജിൽ എനിക്ക് അതിന് ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും എന്നറിയില്ല. മറ്റേത് നമുക്ക് ഇടയിലിടയിൽ കുഞ്ഞിനെ നോക്കാം, ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ആക്ടിങ്ങിൻ്റെ ഇടയിൽ. പക്ഷേ ആങ്കറിങ് എന്ന് പറയുമ്പോൾ വൺ സ്റ്റേജിൽ കയറിയാൽ വി ഹാവ് ടു ഡൂ ദറ്റ് ഫുള്ളി. കുഞ്ഞുള്ളത് കൊണ്ട് ഞാൻ അത് മാത്രം എടുക്കുന്നില്ല എന്നേ ഉള്ളൂ. ഷീ ഗ്രൂ അപ്പ്, അതും കൂടെ ഒന്നുകൂടെ നോക്കും ചെയ്യും എന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പം നമുക്കത് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. ഇപ്പോൾ അമ്മയുടെ മൂവീസൊക്കെ ആണെങ്കിലും ഇപ്പോൾ മോൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മൂവി ഏതായിരുന്നു? ചിത്ത ആണ്. എനിക്ക് തോന്നുന്നു അതിന്റെ റെസ്പോൺസിൽ ചേച്ചി കരഞ്ഞിട്ടുണ്ട് അല്ലേ? ശരിക്കും എന്തുകൊണ്ടാണ് ആ ഒരു ഫീലിംഗ് പെട്ടെന്ന് വരാൻ കാരണം? കണ്ടിരുന്നോ? കണ്ടിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പം പെൺകുട്ടികളുള്ള അമ്മമാരത് കാണുമ്പം, അമ്മമാരെന്നല്ല കേട്ടോ, എനിക്ക് തോന്നുന്നു എൻ്റെ ആൺ സുഹൃത്തുക്കൾ വരെ പടം കംപ്ലീറ്റ് ചെയ്ത് കാണാത്തവരുണ്ട്. എടി എന്തിനാ പടം എൻ്റെ അടുത്ത് കാണാൻ പറഞ്ഞു, എനിക്കത് ഞാൻ മുഴുവൻ കണ്ടിട്ടില്ല പടം എന്ന് ലിറ്ററലി പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പം അത്രയും ഭയങ്കര ഒരു എന്താ പറയുക, ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് റിലേറ്റബിൾ ആയിട്ടുള്ള, ഒരുപാട് ട്രൂ സ്റ്റോറീസ് ഉണ്ട്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് മക്കളെക്കുറിച്ച് ആലോചിച്ചപ്പം, അതുപോലെ ഇവളെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് ആ പടം ചെയ്യുന്നത്. 7 months ഇവളെ എൻ്റെ കൂടെ ഉണ്ടാകും. അപ്പം വയററിയാത്ത രീതിയിൽ ഞാൻ അഭിനയിച്ചൊരു സിനിമയും കൂടിയാണ്. നമുക്ക് ആ ഒരു ട്രാവലൊക്കെ ആലോചിക്കുമ്പം ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസും ആണ്, ഫീലിംഗ് ആണ്. ഇപ്പോൾ വേറൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ സൂര്യ സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. അതൊരു വലിയ സന്തോഷമാണ്. എന്താണ് മോക്ക് പറയാനുള്ളത്? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ലൈക്ക് വീരധീര സൂര്യന്റെ ടൈമിലായിരുന്നു എനിക്ക് റെട്രോയും കിട്ടിയത്. അപ്പൊ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്കിത് കിട്ടും എന്നുള്ളത്. കാരണം ഡേറ്റ് ഒക്കെ ക്ലാഷ് ആവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നേ. പക്ഷെ വീരധീര സൂര്യന്റെ ഡേറ്റ് ഇല്ലാത്ത തക്ക സമയം നോക്കിയിട്ടാണ് ഈ ഒരു ഷൂട്ട് അടിക്കാവുന്നത്. എനിക്ക് 1 day ഷൂട്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ വാരണാസിയിലായിരുന്നു ഷൂട്ട്. അപ്പൊ വാരണാസിയിലെ ഒരു ഐലൻഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കടലിന്റെ നടുക്കൊരു ബീച്ച് എന്ന് പറയാൻ പറ്റില്ല, ഒരു കടലിന്റെ നടുക്കുള്ളൊരു സ്ഥലത്തായിരുന്നു ഷൂട്ട്. അപ്പൊ അവിടെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ, അപ്പൊ ഒരു ഫ്യൂണറൽ സീൻ ഉണ്ടായിരുന്നു, എൻ്റെ അമ്മ മരിക്കണ സീൻ ഉണ്ടായിരുന്നു. അപ്പൊ അതില് ചിത കത്തിച്ചപ്പോ എൻ്റെ കൈമുട്ടം കാറ്റില് തീ ആളിക്കത്തിയിട്ട് എൻ്റെ കൈമുട്ടം പോയി. എനിക്ക് തോന്നുന്നു ആ പൊള്ളി അത് ശരിക്കും സ്റ്റേജില് അത് ഒട്ടും പ്രതീക്ഷയില്ല. അദ്ദേഹം വിളിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ സംസാരിക്കണമെന്ന് നമ്മൾ വിചാരിച്ചില്ല. ഏറി വന്നാൽ ഇവളെ ആ പ്രോഗ്രാമിന്റെ ഹെഡ് ആരെങ്കിലും ഒരാൾ സ്റ്റേജിലേക്ക് വിളിക്കും, പരിചയപ്പെടുത്തി കൊടുക്കും എന്നല്ലാതെ അദ്ദേഹം ഇനീഷ്യേറ്റ് ചെയ്ത് വിളിക്കും നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഈ ഇൻസിഡന്റ് പറയുമെന്ന് വിചാരിച്ചില്ല.
അങ്ങനെ നായികയുടെ ചെറുപ്പകാലമാണ് ചെയ്തത് ഇവള്. പക്ഷെ ആ ഇൻസിഡന്റ് ഉണ്ടായതുകൊണ്ട് അദ്ദേഹം അന്ന് ഇവളെ കാണാനായിട്ട് സെറ്റിലേക്ക് വന്നു. പിന്നീട് അത് ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി അദ്ദേഹം, ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ശരിക്കും ബ്ലെസ്ഡ് ആയിരുന്നു ആ സിനിമ ചെയ്ത്. ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ്, ഒരു പ്രശ്നം ഉണ്ടായി എന്നല്ലാതെ ബാക്കി എല്ലാ കാര്യം കൊണ്ടും ആ സിനിമയിൽ എല്ലാവരും ഭയങ്കര ഇംപ്രസ്ഡ് ആയിരുന്നു. കാർത്തിക് സുബ്രാജ് അദ്ദേഹം ആണെങ്കിലും ഷി വാസ് ബ്ലെസ്ഡ് ടു ഡു ദാറ്റ് മൂവി. അല്ല ഫിനിക്സ് എന്നുള്ള സിനിമ ഒറ്റ കാരണം കൊണ്ടാണ് വീരധീര സൂരൻ ഓൾസോ ഷി ഗോട്ട് ദ ചാൻസ് ടു ആക്ട്. അതാണ് കാര്യം. എനിക്ക് ശരിക്കും ആ ഫിനിക്സിൽ അഭിനയം എന്തായിരുന്നു കാണിച്ചു വെച്ചത്. കാരണം ഭയങ്കര, കാരണം എങ്ങനെ അഭിനയിക്കാൻ പോയി, കാരണം അതൊരു ഭയങ്കര സർപ്രൈസിങ് ആ ഒരു ഇതായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ വരുമോ ശരിക്കും ആ ഒരു ആക്ട് കാണുമ്പോൾ ശരിക്കും ചേച്ചി അമ്മേന്റെ നിലയ്ക്ക് ചേച്ചിക്ക് എന്താ തോന്നിയത്? അമ്മ എന്നുള്ള നിലയിൽ ഞാൻ ആകെ എന്താ പറയാ ഞെട്ടി. പക്ഷെ ആക്ട്രസ് എന്ന നിലയിൽ നമ്മൾ ഇവളെ കണ്ടിട്ട് പല ജസ്റ്റേഴ്സും പഠിക്കണല്ലോ എന്നുള്ളൊരു, കാരണം ആ ലാസ്റ്റത്തെ ആ ഒരു ചന്തുവിനോടൊക്കെ സംസാരിക്കുന്ന ഒരു സംഭവം, ആ പ്രായത്തിൽ നിന്ന് സംസാരിക്കണം, ഇവളെ ആവരുത്, നായികയാവണം. അപ്പം ഭയങ്കര മെച്ചോർഡായിട്ടാണ് ചെയ്തത്. ഓരോ നോട്ടവും കാര്യങ്ങളും അതിനകത്തുള്ള ഭയങ്കര ഡീപ്പായിട്ട് ചെയ്തൊരു സാധനം. എനിക്കറിയില്ല ആ സമയത്ത് ശരിക്കും പ്രേതം കയറി തോന്നുന്നുണ്ട്. അല്ലാതെ ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. നന്നായി ചെയ്തു. കാരണം ഇനി കൂടുതൽ അവനെയാണ് ശ്രദ്ധിച്ചത് കണ്ണാണ്. ആ ഒരു മൂവ്മെന്റ്സ് ഒക്കെ ദൈവമേ ഞാൻ എങ്ങനെ കൊച്ചു ഇതൊക്കെ ചെയ്യണേന്നുള്ള രീതിയിലായിപ്പോയി. കാരണം നമുക്ക് ഒരുപാട് അതുപോലെ റീൽസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് അവനി തന്നെയായിരുന്നു. കാരണം വെച്ചാൽ ആ ഒരു ഡയലോഗ് ഡെലിവറി ചെയ്യുന്ന നമ്മൾ ഈ ഒരു ചെറുപ്രായത്തിൽ എങ്ങനെ ചെയ്യും എന്നുള്ള ശരിക്കും ആ ഒരു ആക്ട് കണ്ടിട്ട് എത്ര പേര് വിളിച്ചിട്ടുണ്ടാവും ചോദിച്ചാൽ സെറ്റിൽ വെച്ച് അജോഗി സംഘൾ അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അജു ചോദിച്ചു എന്ത് മരുന്നാ കൊടുക്കണേന്ന് ചോദിച്ചു കുട്ടിക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ കുഞ്ഞിനെ, ഞാനില്ലല്ലോ ഷൂട്ടിംഗ് സ്ഥലത്ത്, അപ്പൊ ഇവക്ക് എന്തോ പറ്റി, അപ്പൊ എന്ത് മരുന്നാണ് കൊടുക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ എന്താ എന്ത് പറ്റി അവക്ക്? അല്ല എനിക്ക് പോലും ഇങ്ങനെ ഒന്ന് അഭിനയിക്കാൻ വയ്യ, ഞാൻ നിന്റെ മോളുടെ കൂടെ ഒരു ഷോട്ട് എടുത്തിട്ട് 43 റീടേക്ക് പോയി അതിന് റെസ്പോണ്ടർ റിയാക്ഷൻ കൊടുക്കാൻ. എനിക്ക് എത്താൻ പറ്റുന്നില്ലടേ, ഞാൻ കാണുന്നു അത് ശരിയാകുന്നില്ല, അതുപോലെ നിന്റെ മോൾ അഭിനയിച്ചു വെച്ചിട്ടുള്ള എന്നൊക്കെ പറഞ്ഞു ടച്ച്. അപ്പം അജു ഉൾപ്പെടെ ഒരുപാട് പേര് സിനിമ കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ചു, ഒരുപാട് സംവിധായകർ വിളിച്ചു, മോൾ അസലായിട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അത് കണ്ടിട്ടാണ് ചിത്താര ഡയറക്ടറും വീരധീരസൂരൻ്റെ ഡയറക്ടറും ഒരാൾ തന്നെയാണ്. അരുണും അതും കണ്ടിട്ട് തന്നെയാണ് വിളിച്ചത്. ഫിനിക്സ് കണ്ടിട്ട് ഓഡിഷൻ ചെയ്തു ഇവളെ. ആ തമിഴ് സീൻസൊക്കെ അഭിനയിപ്പിച്ചു. അപ്പം അവളുടെ വഴി തന്നെ സ്വന്തമായിട്ട് വെട്ടി വന്നതാണ്. എൻ്റെ ഒരു ലേബിളും ഇല്ല ആക്ച്വലി. അവളുടെ അഭിനയത്തിൽ നിന്ന് കിട്ടിയ ഹാർഡ് വർക്കിംഗ് ആണ് അതൊക്കെ. ശരിക്കും നമുക്കും പറയാൻ പറ്റും. കാരണം ഒറ്റയ്ക്ക് വഴിവെട്ടി വരുന്ന ഒരു കുട്ടിയാണ് അല്ലേ ആവണി എന്ന് പറയുന്നത്. സ്കൂളിലൊക്കെ ഇപ്പം സ്റ്റഡീസ് പറയുകയാണെങ്കിൽ അവനിപ്പോ ഏത് ക്ലാസ്സിലാണ് പഠിക്കണം? 8th-ലാണ്. ആ ഒരു പെർഫോമൻസ് കണ്ടിട്ട് ഫ്രണ്ട്സൊക്കെ എന്താ പറഞ്ഞേ? ഫ്രണ്ട്സ് എൻ്റെ ഏത് മൂവി ഇറങ്ങിയാലും ആദ്യം ഫ്രണ്ട്സ് ഒക്കെ പോയി കാണാറുണ്ട്. പിന്നെ സ്കൂളിൽ നിന്നായാലും നല്ല സപ്പോർട്ടാണ്. പിന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് സെറ്റിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് എഴുതി, അങ്ങനെ എക്സാം വന്ന് എഴുതി. അങ്ങനെയാണ്. അത് എക്സാം ഒറ്റയ്ക്കാട്ടോ എഴുതുക. കാരണം എക്സാം ടൈമിൽ അവൾ എക്സാം എഴുതില്ല. അപ്പൊ തിരിച്ച് വന്നിട്ട് ഒറ്റയ്ക്കൊരു ഹാളിൽ ഇരുന്ന് അവൾ എക്സാം എഴുതും. എന്നിട്ട് വന്ന് നല്ല മാർക്കൊക്കെ വാങ്ങിക്കൊണ്ടിരുമ്പോ പറ ഞാൻ കോപ്പി അടിച്ചു എന്ന് പറ. ഒറ്റയ്ക്കൊരു ഹാളിലിരുന്ന് എങ്ങനെ കോപ്പി അടിക്കുക? അത്യാവശ്യം നല്ല മാർക്കൊക്കെ വാങ്ങുന്നുണ്ട്. ഓൺലൈനിൽ ടീച്ചേഴ്സ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിന് നോട്ട്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എക്സാംസ് സ്റ്റഡീസ് കുഴപ്പമില്ല. സ്റ്റഡീസൊക്കെ അങ്ങനെ പോവുകയാണ്. ശരിക്കും ഇനി അവനിക്ക് ഇനിയിപ്പം ആരുടെ കൂടെ അഭിനയിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരായിരിക്കും പറയാ? എനിക്കറിയാം. പറ, അമ്മയ്ക്കറിയാം, പറ. നമുക്കറിയില്ലല്ലോ, പറയൂ. ആളഭിനയം നിർത്തിന്ന് പറയുന്നു അല്ലേ? അറിഞ്ഞൂടാ. അപ്പൊ ആരായിരിക്കും? ഫെയിൽ ആണോ? അതിൽ ആക്ടറില്ലേ? അല്ല, പിന്നെ അത്രയ്ക്ക് എത്തിയില്ല. അഭിനയം നിർത്തി എന്ന് വേണമെങ്കിൽ പറയപ്പോ മൂവീസ് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇനി ചെയ്യില്ല. ഇനി ചെയ്യില്ല. ഇടയ്ക്കൊരു ആർട്ടിക്കിൾ ഫുൾ വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെയാണ് ഇട്ടോണ്ട് നടക്കുന്നത്. അശ്വമേധമായി പോയോ ഇന്റർവ്യൂ ഒക്കെ? വിജയ്. കാരണം അണ്ണാത്തെ ചെയ്തു, രജനീകാന്ത് സാറിന്റെ പടത്തില്, കീർത്തി സുരേഷിന്റെ ചെറുപ്പകാലം ചെയ്തു, വിക്രം സാറിന്റെ കൂടെ, സൂര്യ സാറിന്റെ കൂടെ ചെയ്തു. അപ്പൊ ഇനി വിജയ്, കുറെ ആയിട്ട് വിജയ് എന്ന് പറയണം, അദ്ദേഹത്തിന്റെ പേരാണ്. പക്ഷെ അദ്ദേഹം ഇപ്പൊ സിനിമ ഇനിയിപ്പോ ഉള്ളൊരു പടം കൂടെ കഴിഞ്ഞാൽ പിന്നെ സിനിമ ചെയ്യുമെന്ന് അറിയില്ല. പിന്നെ അത് അല്ലു അർജുൻ്റെ ചാൻസ് നമ്മളങ്ങനെ വിട്ട് കളയരുത്. കാരണം നമ്മൾ അല്ലേ എന്തായാലും ഡെഫിനറ്റ്ലി, കാരണം ഒത്തിരി കഴിവുകളുള്ള കുട്ടിയാണ് ശരിക്കും ആവണി എന്ന് പറയാ. അപ്പോൾ ശരിക്കും ഡെഫിനറ്റ്ലി ഒരുപാട് ചാൻസസ് കിട്ടുകയും ചെയ്യും. പിന്നെ ചേച്ചി ബെന്നിലൊക്കെ അഭിനയിച്ചതും അല്ലെങ്കിൽ ദൃശ്യം
ശരിക്കും എനിക്ക് അപ്പൊ ചേച്ചിയോട് നല്ല ദേഷ്യം ചേച്ചി എന്താ ചേച്ചി കാണിച്ചേ എന്നുള്ള കാര്യത്തില്. അത് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. ഇപ്പൊ ബെന്ന് പോലും നമ്മുടെ പലാരിവട്ടത്ത് ഒരു ഷോപ്പ് നടത്തുന്ന ഒരു ലേഡി ഉണ്ട്. അപ്പൊ എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ഭയങ്കര കരച്ചില്. പക്ഷെ എന്തു ചേച്ചി, അല്ല ഞാൻ എൻ്റെ മോനോട് എന്താണോ ചെയ്തത് അതാണ് ഞാൻ ബെന്നില് ആശ എന്നുള്ള കഥാപാത്രം, അതായത് എൻ്റെ കഥാപാത്രം ഞാൻ എൻ്റെ മോനോട് ചെയ്യുന്നതായിട്ട് കണ്ടപ്പം തോന്നിയത്. അപ്പം അതുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് കരഞ്ഞു. അവർ സെയിം സാധനമാണ് അവരുടെ മകനോട് ചെയ്തത്. അപ്പം അതുപോലെ ഒരുപാട് പേര് ബെൻ സിനിമ കണ്ടിട്ട് അടിക്കാൻ തോന്നി, ഇത് ഇങ്ങനെയാണോ മക്കളെ വളർത്തണം, ഇങ്ങനെയൊക്കെയാണോ മക്കളോട് റെസ്പോണ്ട് ചെയ്യുന്നത്, വീട്ടിൽ ഇങ്ങനെയാണോ നിങ്ങൾ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. അപ്പോൾ അങ്ങനെ ബെൻ സിനിമ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞു. ദൃശ്യം കണ്ടിട്ട് ഇതേപോലെ ലാലേട്ടൻ്റെയും മീന ചേച്ചീനെ എന്തിന് ചതിച്ചു, അവരത്രയും സ്നേഹത്തോടുകൂടിയിട്ട് കൊണ്ട് നടന്ന ആളല്ലേ, അവരെങ്ങാനും കോടതിയിൽ ശിക്ഷിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയല്ല അഞ്ജലിയോട് റിയാക്ട് ചെയ്യുക. ഒപ്പം സിനിമയിൽ ലാലേട്ടൻ്റെ അനുഗ്രഹം വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ നടന്നവരുണ്ട്. അങ്ങനെ ഓരോ സിനിമയും ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഇവർ ഞാൻ ശരിക്കും അതാണ് അങ്ങനെയാണ് ലിറ്ററലി എന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പം ഈ പറയുന്ന പോലെ പുലിമുരുകൻ ചെയ്ത സമയത്ത് ലാലേട്ടൻ്റെ ഫാൻസുകാർ തലശ്ശേരിയിൽ നിന്ന് വിളിച്ചിട്ട് ഒരുപാട് സ്ഥലത്ത് പോയി കേക്ക് കട്ടിങ് ഒക്കെ ചെയ്തു. അപ്പോൾ തലശ്ശേരിയിൽ വരണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു തലശ്ശേരി ഇത്ര ദൂരമൊന്നും എനിക്ക് വരാൻ പോസിബിൾ അല്ല ചേട്ടന്മാരെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പറയരുത്, ഞങ്ങളുടെ ലാലേട്ടനെ പ്രസവിച്ച അമ്മയാണ്, നിങ്ങൾ അങ്ങനെ പറയരുത്. അപ്പോൾ എല്ലാവരും ആ ലൈഫിൽ റിലേറ്റ് ചെയ്തിട്ടാണ് അവർ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ക്യാരക്ടേഴ്സിൽ. ശരിക്കും അതൊരു ബ്ലെസ്സിങ് ഇല്ലേ ചേച്ചി? ഉറപ്പായിട്ടും. കാരണം നമ്മളൊരു ആക്ട്രസ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും സക്സസ് ആവുന്നത്. അപ്പൊ അങ്ങനെ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ ശരിക്കും അതൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കരുതുക. ഒരു അതിഥിയും കൂടി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ ചേച്ചി, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ആൾക്കാരെ വിളിച്ചിട്ട് ഇൻവൈറ്റ് ചെയ്യുക, അതൊക്കെ വലിയൊരു കാര്യമാണ്. ഇപ്പം മോളുടെ അഭിനയം കാണുമ്പോൾ ശരിക്കും അതിൽ നിന്നും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് തോന്നിയിട്ടില്ലേ? എന്ത് കാര്യമാണ് അവനിന്ന് പഠിക്കാൻ? അവനി ശരിക്കും വീട്ടില് ഭയങ്കര ടെററാണ്. ടെറർ ഇൻ സെൻസ് അവള് ഭയങ്കര ഇമ്മച്ചുവറായിട്ട് കുട്ടിക്കളി കളിക്കുക, ചൈൽഡിഷ് ആണ്, അവളുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വാശി കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ സെറ്റിലെത്തിയാൽ ഭയങ്കര സൈലന്റ് ആണ്, ക്വയറ്റാണ്, കാമാണ്, റോൾ മോഡലാക്കാൻ തോന്നും എല്ലാവർക്കും. എല്ലാ അമ്മമാർക്കും ഇതുപോലത്തെ ഒരു മോള് ഉണ്ടായല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നിൽക്കാൻ അറിയാം, വേർ ടു സ്റ്റാൻഡ്, ഹൗ ടു ബിഹേവ്, ഇതൊക്കെ അറിയാം കറക്റ്റായിട്ട്. അപ്പം അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പം ഞാനെന്നല്ല, ഏതൊരാളായാലും നമ്മൾ എങ്ങനെയാണോ പേഴ്സണലി ഉള്ളത് അതായിരിക്കരുത് പ്രൊഫഷണലി എന്നുള്ളത്. രണ്ടും രണ്ട് രീതിയിൽ തട്ടിൽ വെച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഷീ നോ ഹൗ ടു ഡു. ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അവനിക്ക് എന്താ അതിനെ കുറിച്ച് ഇനി പറയാനുള്ളത്? ശരിക്കും ടെററാണോ വീട്ടില്? ടെററൊന്നും പറയാൻ പറ്റില്ല. എനിക്കിപ്പോ ലൈക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാനിങ്ങനെ പറയും. അപ്പൊ അമ്മ പറയും ആലോചിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ റിമൈൻഡ് ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, അമ്മ അത് പറഞ്ഞില്ലേ അന്ന്, ശരി ആലോചിക്കാം, അമ്മ അന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഞാൻ പറയാറുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ചെറിയ രീതിയിലുള്ള, പിന്നെ കുഞ്ഞായിട്ട് തീരെ അടി ഉണ്ടാക്കാറില്ല അവള്. അടി എന്താന്നേ അറിഞ്ഞൂടാ. ശരിക്കും കുഞ്ഞൊരു അതിഥിയും കൂടെ നമ്മുടെ കൂടെ ഉണ്ട്. ശരിക്കും ആളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിരുന്ന ആള് ആത്വിക, ഇപ്പൊ 2.5 വയസ്സായി. സോ അത് ഈ പറയുന്ന പോലെ ഒക്കെ നമ്മള് വ്ളോഗൊക്കെ ചെയ്യുന്നത് കൊണ്ട് ക്യാമറയും മൈക്കും ഒക്കെ ഭയങ്കര അറിയാം, നന്നായിട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ ആൾക്ക് മനസ്സിലായി ആളവിടെ നിർത്തിയ ആള് ക്യാമറയിൽ പതിയില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് വല്ല കരഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഫ്രെയിമിലേക്ക്. ചേച്ചി ഇപ്പോ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇപ്പം പറയുകയാണെങ്കിൽ അനിയത്തി അല്ലെങ്കിൽ എന്താണ് അമ്മ, ഇതൊക്കെയാണ്. എന്താണ് നീ നായികയായിട്ട് കാണുക? ശരിക്കും നായികയായിട്ട് പക്ഷെ നായികയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു സിനിമയിൽ. ത്രൂ ഔട്ട് ആയിട്ടുള്ള വേഷങ്ങൾ, അതേപോലെ നായകനെ പ്രതിനിധീകരിച്ചുള്ള നായിക വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നായിക എന്ന് പറയുമ്പോൾ ഒരു പാട്ടൊക്കെ പാടി ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള അത് എപ്പോഴാ വരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ അതുപോലെ സിനിമകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തമിഴിലാണെങ്കിലും ചെയ്ത ആദ്യത്തെ 3 സിനിമയും നായികയായിട്ടാണ് ചെയ്തത്. ആണ് ശരിക്കും നമുക്ക് ഒരു എന്താ പറയാ, ഇനിയിപ്പോൾ ചേച്ചി ലൈഫിൽ കുറേ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കില്ലേ, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം, ഇങ്ങനത്തെ ഒന്നും ഡിസൈഡ്, എന്നാലൊരു ആഗ്രഹം തോന്നിയില്ല ചേച്ചി? എനിക്ക് അങ്ങനെ ഡിസിഷൻസ് ഞാൻ എടുത്തിട്ടില്ല, എക്സ്പെക്ടേഷൻസും ഇല്ല, ഒന്നുമില്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് സിനിമയിലുള്ളത് കൊണ്ട് അവർ വിളിക്കും, ഞാൻ ഓടിപ്പോയി ചെയ്യും, അഭിനയിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ
ദൃശ്യത്തിലുള്ള ആ ഒരു ക്യാരക്ടറാണ് എനിക്ക് ഇപ്പോഴും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. കാരണം ആ ഒരു ആക്ടിങ്ങിൽ പെട്ടെന്ന് കയറി വരുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ചേച്ചിയുടെ ഒരു ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്ക് നമ്മൾ ഉള്ളത്. ശരിക്കും ആ ചേച്ചിയുടെ ഒരു ബ്ലെസ്സിങ് പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം, നമുക്ക് അങ്ങനെ തോന്നിപ്പോയത്. ഇനി 3യുടെ ഒരു അപ്ഡേറ്റ്സ് ആണെങ്കിൽ എന്ത് പറയും? 3 അത് അദ്ദേഹത്തിന്റെ കയ്യിലല്ലേ ഇരിക്കണം. അദ്ദേഹത്തിന് അത് ചിലപ്പോൾ ചെയ്യുമായിരിക്കാം, ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്യുമായിരിക്കാം. അതെല്ലാം അദ്ദേഹത്തിന്റെ ഡിസിഷനാണ്. സോ അതിൽ ഞാൻ വേണമെന്നൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. ബിക്കോസ് 2-ൽ അത്രയും നല്ല എക്സ്ട്രീം നല്ല ക്യാരക്ടർ തന്നത്. അപ്പം അങ്ങനെ ഒരാൾ ഇനി ഒരു 3rd ഓപ്പർച്യൂണിറ്റി തന്നില്ലല്ലോ, എന്താ തരാൻ, അതൊന്നും ഞാൻ ആലോചിക്കുന്ന കാര്യമേ അല്ല. സോ ഐ എം നോട്ട് വെയിറ്റിംഗ് ഫോർ ദൃശ്യം 3. പക്ഷെ പ്രേക്ഷകർ എന്നെ കാണുമ്പോൾ ദൃശ്യം 3നെ പറ്റി ചോദിക്കാറുണ്ട്. അത് ഞാൻ ചോദിച്ചതുപോലെ ചോദിക്കാറുണ്ട്. ഇപ്പം മോഡലായിരുന്നു, പിന്നെ ഒരു ആൽബം ചെയ്തിട്ടുണ്ടല്ലോ ചേച്ചി. അപ്പോൾ ഇനി ഈ മോഡൽ രംഗത്തെന്ന് പറയുമ്പോഴത്തേക്കും ബിഫോർ ആൻഡ് ആഫ്റ്റർ ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെ ഡിഫറൻസ് ആണുള്ളത്? മോഡൽ ഞാനിപ്പോൾ ഏകദേശം ഒരു 100ഓളം പരസ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. മോഡലിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 1 ഡേ ഹാർഡ് വർക്കാണ്. ജസ്റ്റ് രാവിലെ പോവുക, ചിലപ്പോൾ ഹാഫ് ഡേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഫുൾ ഡേ ഉണ്ടാവും. കമ്മിങ് ടു മൂവീസ് ഒരുപാട് ദിവസങ്ങൾ, ഒരുപാട് മാസങ്ങൾ നമ്മൾ അതിൻ്റെ പിന്നാലെ നടക്കണം. ഞാൻ എല്ലാം എൻജോയ് ചെയ്തിട്ട് തന്നെ ചെയ്യണം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആൽബംസ് വന്നാലും ഷോർട്ട് ഫിലിംസ് വന്നാലും എന്താണെങ്കിലും, എനിക്ക് ചെറിയൊരു സെൽഫി വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ആരെങ്കിലും വന്നാലും ഞാനത് എൻജോയ് ചെയ്ത് തന്നെ കൊടുക്കാറുള്ളത്. ഇനി ആവണിയിലേക്ക് പോവുകയാണെങ്കിലേ, ഇപ്പം അമ്മ എങ്ങനെയാണ് വീട്ടിൽ? കാരണം ബെന്നൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണ് നമ്മൾ. അത് എനിക്ക് തോന്നുന്നു ആ ഒരു മൂവി കണ്ടപ്പോഴൊക്കെ മോളോട് പലരും ഇപ്പോൾ ചോദിക്കാറൊക്കെ ഉണ്ടോ, പണ്ട് അമ്മ ഇങ്ങനെ ഒരു മൂവി ചെയ്തിട്ടുണ്ട് അതുപോലെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. കിട്ടിയ അവസരമാണ്, കിട്ടിയ അവസരം. ആവണി നീ ഇന്ന് പറഞ്ഞോ ക്യാമറയുടെ മുന്നിൽ? ശരിക്കും അങ്ങനെ ആരും എന്നോട് ബെന്നിനെ കുറിച്ച് അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല. പിന്നെ അമ്മ അങ്ങനെയാണോ വീട്ടില് എന്ന് ചോദിച്ചാൽ അല്ല. ചേച്ചി രക്ഷപ്പെട്ടു. അല്ല, എന്താ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയട്ടെ. അങ്ങനെയല്ല, സിനിമയിലുള്ള പോലെ അല്ല ശരിക്കും. എങ്ങനെയാണ് ചേച്ചി വീട്ടിലൊക്കെ? ഇപ്പൊ നമ്മള് ഇപ്പൊ ആരെങ്കിലും അടിക്കില്ലേ, അപ്പൊ അടിക്കുമ്പോ അടിക്കല്ല ചേച്ചുമ്പോ ഇങ്ങനെ അത്രേ ഉള്ളൂ, ഇങ്ങനെ തോണ്ടും, അത്രേ ഉള്ളൂ. അതെന്താ ചേച്ചി അങ്ങനെ? അതെന്താ ചേച്ചി അങ്ങനെ? ഞാനങ്ങനെ വേദനിപ്പിച്ചടിക്കൊന്നുമില്ല. പക്ഷെ ഇവിടെ ഞാൻ ഇങ്ങനെ ചെയ്താൽ അമ്മന്റെ കൈ ഒടിഞ്ഞമ്മ, എന്റെ കൈ ഒടിഞ്ഞു. അപ്പോഴേക്കും എന്റെ അമ്മ ഓടി വരും, എന്താണ് അമ്മ ഇത്, അവളെ എന്തിനാ ഇങ്ങനെ ചെയ്യണം? ഞാൻ പറഞ്ഞു, ഞാൻ തോണ്ടിയിട്ടുള്ളൂ, അവള് വെറുതെ അഭിനയിക്കണം. അപ്പൊ ഞാൻ അത്ര പോലും, എനിക്ക് നല്ല ദേഷ്യം വരും. ഞാൻ ഇതിനേക്കാളും ടെററാണ് വീട്ടില്, അവളെക്കാളും ടെററാണ്. പക്ഷെ ഞാൻ അങ്ങനെ വേദനിപ്പിക്കുകയൊന്നുമില്ല. കൊടുക്കേണ്ടത് കൊടുക്കും, പറയേണ്ടത് പറയും. പക്ഷെ അത് 2 മിനിറ്റ്സിൽ തീരും. പക്ഷെ ഇവളത് ഒരു 20 മിനിറ്റ്സ് ഹൈലൈറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. ഇപ്പൊ ഏളെ ആളും കൂടി വന്നതുകൊണ്ട് ഇച്ചിരി ജോലി കൂടുതൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ജോലി കൂടുതലൊന്നുമില്ല, ബിക്കോസ് അമ്മ വീട്ടിലുള്ളത് കൊണ്ട് കുക്കിംഗ് സെക്ഷൻ ഫുൾ അമ്മ നോക്കും. പിന്നെ എനിക്ക് പുറത്ത് പോകണമെങ്കിലും ഞാൻ ബിസിനസ്സും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടും മീറ്റിംഗ്സിനും കാര്യങ്ങൾക്ക് പോകുമ്പം കുഞ്ഞിനെ അമ്മ നോക്കാറുണ്ട്. അതുകൊണ്ട് അത് വലിയ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഇനിയിപ്പം കുട്ടിയും കൂടി വളർന്നു വരുമ്പോഴത്തേക്ക് ചേച്ചിയുടെ അഭിനയങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും ഇൻസ്പയർ ആയി ഇനി അവളും കൂടി ഒരു ആക്ട്രസ് ആയ. അവള് മൂവീസിൽ അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ, വീട്ടില് ഗംഭീര അഭിനയമാണ്. അതായത് ഇവളെ വെട്ടിക്കുന്ന അഭിനയമാണ് ഇവളെ ഈ പ്രായത്തിൽ ചെയ്യുന്നത്. ഭയങ്കര രസമാണ്, എക്സ്പ്രഷൻസും കാര്യങ്ങളും നല്ല രസമാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ, ഒന്നിച്ചേറ്റവും റീൽസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മക്കളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇനി അവനിക്ക് ഏതൊരു ക്യാരക്ടറാണ് വേണ്ടതെന്ന് അമ്മയെന്ന നിലയ്ക്ക് ചേച്ചിക്ക് തോന്നുന്നു? പേഴ്സണൽ ഫേവറേറ്റ് എനിക്ക് അവൾ ആക്ച്വലി നല്ല കുറച്ചുകൂടെ ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു സിനിമയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വരണം എന്നുള്ള അങ്ങനത്തെ സിനിമകൾ ചെയ്യണം എന്നാണ് ആഗ്രഹം. ഇപ്പം ചെയ്ത സിനിമകളിൽ അവൾ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളെ ചെയ്ത് അവൾക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്പേസ് ഉണ്ട്. അത് വളരെ ലക്കാണ് ഈ പ്രായത്തിൽ കിട്ടുന്നത്. പക്ഷെ അതിലുപരി ഒരു എന്താ പറയുക, ത്രൂ ഔട്ട് ആയിട്ടൊരു സിനിമയിൽ അവളുടെ ഒരു ജേണി ആ സിനിമയിൽ ഉണ്ടാകണം എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടർ ചെയ്യാന്നുള്ളതാണ്. അപ്പം അവനിക്ക് അമ്മേനെ കുറിച്ച് ഇപ്പം നേരത്തെ പറഞ്ഞു, അമ്മ ആക്ടിങ്ങിൽ എനിക്ക് തോന്നുന്നു വീട്ടിലും അവനി അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു. കാരണം ജസ്റ്റ് തൊടുമ്പോൾ തന്നെ കരയുന്ന കുട്ടിയാണെന്ന് പറയുന്നുണ്ട്. ഇനി ഞാൻ തിരിച്ചു ചോദിച്ചാൽ എങ്ങനെയായിരിക്കും ഇപ്പം അമ്മയുടെ കാര്യത്തിൽ ഞാൻ ചോദിക്കുകയാണെങ്കിലേ, അമ്മയുടെ മൂവീസൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവി ഏതായിരിക്കും? നമ്മുടെ മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഫേവറേറ്റ് ചിത്തയാണ്. കാരണം ചിത്തയിൽ ഫിലിം ഫെയർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ചിത്തയാണ് എന്റെ ഫേവറേറ്റ്. പിന്നെ സെക്കൻഡ് ഫേവറേറ്റ് ദൃശ്യം ആണ്. ബെന്നിലും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫിലിം കിട്ടിയിട്ടുണ്ട്. ബെന്നില് സ്റ്റേറ്റ് അവാർഡ്, ഇത് ഫിലിം ഫെയർ അവാർഡ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമാണ്.
നമുക്കും ഇനി ഒത്തിരി ഒത്തിരി അതായത് ഫിലിം ഫെയർ അവാർഡ് കിട്ടിയത് ആ വേദിയിൽ നിന്ന് എനിക്ക് തെലുങ്കു പടം കിട്ടി. സോ തെലുങ്കു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറൊരു അന്യഭാഷാ ചിത്രത്തിലേക്ക് പോവാൻ ചിത്ത വഴി ഒരുക്കി. ആണ്. അതെ അതെ. കൺഗ്രാറ്റ്സ്. താങ്ക് യു.